പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിലർക്ക് ഔദ്യോഗിക ജോലിയുടെ ഭാഗമായി ഇന്നലെ വരാൻ കഴിയാതെ പോയതിനാൽ ചിലർ വന്നില്ല എന്ന് മാത്രം. എങ്കിലും ഏറെ പേരും അതിൽ സംബന്ധിച്ചവർക്കാകെ വലിയ അനുഭവമായിരുന്നു. അപ്പൊ നമുക്ക് ഈ മാർത്തോമ പൈതൃകം, മാർത്തോമ ശ്ലീഹായുടെ പിൻ തലമുറ ഇതൊക്കെ നിസ്സാരമായ അടയാളമോ നിസ്സാരമായ വിളിയോ അല്ല. വെറുതെ അല്ല അവൻ സുറിയാനിക്കാരനാണ്, അവൻ മാർത്തോമ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നതിൽ നിസ്സാരതയല്ല, അതിൽ വളരെ വലിമ കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ദേശത്തുള്ള എല്ലാവർക്കും, നമ്മുടെ പ്രത്യേകിച്ച് അതിരപ്പുഴ ദേശവാസികൾക്ക് ഈ മാർത്തോമ പൈതൃകത്തോട് വളരെ വലിയ രീതിയിലുള്ള സ്നേഹവും അടുപ്പവും ചരിത്രത്തിന്റെ ഭാഗമാണ്. കാരണം നമുക്കിവിടെ സ്വന്തമായി ഭക്താന്മാർ വേണമെന്നും ഞങ്ങൾക്കിവിടെ ആരാധനക്രമം ഞങ്ങളുടേതായി വേണമെന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് അത് തർജ്ജമ ചെയ്ത് ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരണമെന്നും ഒക്കെ പറയാൻ ഇവിടെ നിന്ന് എലിയാറ്റിക്കാരുടെ നേതൃത്വത്തിൽ നടന്ന റോമായാത്ര സഭാ ചരിത്രത്തിലെ വളരെ വലിയ ഒരു യാത്രയാണ്. ആ യാത്രയ്ക്കായി നമ്മുടെ അതിരപ്പുഴ ദേശവാസികൾ പിരിവിട്ട് അതിനുവേണ്ടി പണം മുടക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികർ ഈ മാർത്തോമൻ പൈതൃകത്തിന് എത്രമാത്രം വില കൽപ്പിച്ചിരുന്നവരായിരുന്നു എന്ന് നമ്മൾ മറക്കാതെ ഓർക്കണം. അന്ന് കല്യാണപിതാവിന്റെ റോമായാത്രയ്ക്ക് കപ്പൽ യാത്രയ്ക്ക് വേണ്ട പണം സ്വരൂപിച്ച അവരുടെ പിൻതലമുറക്കാരാണ് ഈ അതിരപ്പുഴയിൽ തങ്ങുന്നത് എന്നത് നിങ്ങളെ ഒന്നാകെ പ്രസരിപ്പിക്കേണ്ടതാണ്. എന്റെ നാട് കൊണ്ടുവരാണ്, ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്. അവിടെ നിന്ന് പോലും പണപ്പിരിവ് നടത്താത്ത സമയത്താണ് കല്യാണപിതാവിന് റോമായാത്ര നടത്താനുള്ള കപ്പൽ കൂലി നൽകാൻ നിങ്ങളുടെ ഈ ദേശത്തുള്ള നിങ്ങളുടെ പൂർവികർ പണപ്പിരിവ് നടത്തി ആ വലിയ മഹത്തായ ഉദ്യമത്തെ വിജയിപ്പിക്കാൻ ശ്രദ്ധിച്ചത് എന്നത് നിസ്സാരമായി കാണരുത്. പിന്തുടർന്നക്കാരായ നിങ്ങൾക്ക് മാർത്തോമൻ പൈതൃകം സൂക്ഷിക്കാൻ, മാർത്തോമ നസ്രാണിയാണെന്ന് വളരെ വലിയ രീതിയിൽ മനസ്സിൽ പറയാൻ, അതിനുവേണ്ടി എന്ത് ത്യാഗവും അനുഷ്ഠിക്കാൻ നിങ്ങൾ അത് അവരുടെ പിൻതലമുറക്കാരായ നിങ്ങൾക്ക് അതീവ ശ്രദ്ധ വേണം, അതീവ ശ്രദ്ധ വേണം. അത് നിസ്സാരമായി കാണേണ്ടതല്ല. നമ്മൾ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ മാർത്തോമ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിൽ ചങ്കൂറ്റത്തോടെ അഭിമാനിക്കേണ്ട നിമിഷങ്ങളാണിത്. കാരണം കേരളക്കരയിൽ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് സാക്ഷികളാകാൻ വൈദികരായിട്ടും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സായിട്ടും ഇറങ്ങി നടന്നവർ, പോയി സഞ്ചരിച്ചവർ നമ്മുടെ മക്കളാണ്, സീറോ മലബാർ സഭാംഗങ്ങളാണ്, മാർത്തോമ നസ്രാണികളുടെ ഓരോ മക്കളുമാണ്. ഇന്ന് ഈ ഭാരതത്തിന്റെ ഏത് മൂലയിൽ ചെന്നാലും, നിങ്ങൾ ഏത് ഗവൺമെന്റിലേക്ക് കയറി ചെന്നാലും, ഏത് വൈദിക മന്ദിരങ്ങളിലേക്ക് കയറി ചെന്നാലും അവിടെ ഒരു സീറോ മലബാർ സഭക്കാരുടെ സാന്നിധ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നൂറ്റാണ്ടുകളായി നമുക്ക് ഈ പാരമ്പര്യം പുലർന്നതിനാൽ ഈ വചനം പങ്കുവയ്ക്കാൻ, പ്രസംഗിക്കാനും ആകാത്ത രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറ്റപ്പെട്ടു. നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഈ വചന സന്ദേശം ലോകത്തെല്ലായിടത്തും വിളമ്പാനുള്ള ആവേശമാണ്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഈ മാർത്തോമൻ പൈതൃകത്തെ വേണ്ടാന്ന് വയ്ക്കുകയോ അതിനെതിരെ കണ്ണടയ്ക്കുകയോ ചെയ്താൽ ഇനി വരുന്ന തലമുറയ്ക്ക് നാം എങ്ങനെ നമുക്ക് മുൻപേ ജീവിച്ചവരുടെ ആ സാക്ഷ്യത്തിന് സജീവത നൽകാനാവുമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. നമുക്ക് മുൻപേ ജീവിച്ചിരുന്നവരുടെ ആ മാർത്തോമൻ പൈതൃകത്തോട് അവർ കാട്ടിയ ആ കൂറ്, ആ വിശ്വസ്തത, ആ സ്നേഹം, അതിന്റെ പിന്തുടർച്ച നഷ്ടപ്പെട്ടാൽ കണ്ണി മുടിയുന്നത് പോലെ ചങ്ങലയറ്റു വീഴുന്ന അവസ്ഥ സമൂഹത്തിൽ, നമ്മുടെ ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് മറക്കരുത്. കണ്ണിയറ്റ സമുദായമായി തീരരുതെന്ന്, തുടർച്ചയുള്ള സമുദായമായി തീരണമെന്ന്, അതിന്
നമ്മുടെ പൂർവികർ കാത്ത ആ വലിയ സ്നേഹം, നമ്മുടെ പൂർവികർ ഓരോരുത്തരും കരുതി വെച്ച, കണ്ണിലെ കൃഷ്ണമണി പോലെ കരുതി വെച്ച ഈ സമുദായ സ്നേഹത്തിൽ നാം വളരണം, നാം വളരണം, നാം വളരണം. കാരണം ഇത് ഈ വർഷം നമ്മുടെ സമുദായത്തെ വളരെ വലിയ രീതിയിൽ വളർത്താനായി സഭ മാറ്റിവെച്ചിരിക്കുന്ന വർഷമാണ്. നമ്മുടെ സമുദായ ശക്തീകരണ വർഷമാണ്. നമ്മുടെ സമുദായത്തെ ശക്തിപ്പെടുത്തണമെന്ന് സീറോ മലബാർ സഭാ സമൂഹം, സഭാ മെത്രാൻ സിനഡ് ഇക്കഴിഞ്ഞ നവംബർ മാസത്തിൽ വലിയ രീതിയിൽ വിളംബരം ചെയ്തതാണ്. ഈ വർഷം ഡിസംബർ 26-ാം തീയതി വരെയും നമുക്ക് ചിന്തിക്കാൻ, ഈ സമുദായത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയണം. കാരണം ഈ വർഷം സമുദായ ശക്തീകരണ വർഷമാണ്. നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ സമുദായ അംഗങ്ങൾ, സീറോ മലബാർ സഭാംഗങ്ങൾ, മാർത്തോമ പൈതൃകം പേറുന്നവർ ഇന്നിവിടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ തിരുനാളിൽ നമ്മുടെ സമുദായത്തെ കുറിച്ച്, നമ്മുടെ സമൂഹത്തെ കുറിച്ച് സ്വത്വബോധത്തിലേക്ക് വളരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പൂർവികർ ചെയ്ത ആ സഭാ സ്നേഹത്തിന്റെ കണ്ണി അടുത്ത തലമുറയിലേക്ക് അറ്റുപോകരുത്. എന്റെ കണ്ണടക്കലിലൂടെയോ എന്റെ നിസാരമാണെന്ന ചിന്തയിലൂടെയോ അങ്ങനെ സംഭവിക്കാൻ ഇടയാവരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ നമ്മുടെ ഈ കർമ്മങ്ങൾക്കായി ഈ ദേവാലയത്തിന്റെ പടികടക്കുന്നവരാണ്. എനിക്കതറിയാം. നിങ്ങൾ ആവേശത്തോടെ ശുശ്രൂഷകൾക്കായി ഈ മാർത്തോമൻ പൈതൃകത്തിന്റെ ആ സത്തയോട് ചേർന്ന് നിൽക്കാൻ അതിയായ ആഗ്രഹത്തോടെ വെമ്പലോടെ കടന്നു വരുന്നവരാണ്. അഭിനന്ദനങ്ങൾ. നിങ്ങൾ കടന്നു വരുന്നവരിൽ കൂടുതലായി ചിന്തയാകപ്പെടാൻ ഞാൻ രണ്ടു വാക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അതിയായ ആവേശത്തോടെ ഈ വരുന്ന നമുക്ക് ഇതിനേക്കാൾ കൂടിയ ആവേശത്തോടെ വരും തലമുറയെ ദേവാലയത്തിനുള്ളിലേക്ക് പിടിച്ചു കയറ്റുവാൻ കഴിയണം. എല്ലാവരും പറയുന്ന, പരക്കെ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ യുവതലമുറയൊന്നും ദേവാലയത്തിലേക്ക് വരുന്നില്ല. അവർ ഭക്തകർമ്മങ്ങൾക്കൊന്നും വലിയ ശ്രദ്ധ കാട്ടുന്നില്ല. ഇത് പരക്കെ കേൾക്കുന്ന പരാതിയാണ്. ഈ പരാതി പറഞ്ഞാൽ മതിയോ? അതിന് പരിഹാരം വേണമോ? അതിനുള്ള പരിഹാരമാണ് ഈ നസ്രാണികൾ ഓരോരുത്തരും ഈ നസ്രായന്റെ അനുയായികളാണെന്നും ഈ സമുദായത്തെ കുറിച്ചുള്ള ഒരു ബോധത്തിലും നമ്മുടെ വളർന്നു വരുന്ന കൗമാരക്കാരുൾപ്പെടെ, ബാല്യത്തിലുള്ള കുഞ്ഞുൾപ്പെടെ, യൗവനത്തിലെത്തിയവരിലേക്കും ഈ ചിന്ത കടത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും.